Hello, welcome back to my YouTube channel and to a new video. Today we'll be discussing the short story A Kitchen in the Corner of the House by C.S. Lakshmi, whose pen name or pseudonym is Ambai. So first of all, let's talk about the author. Dr. C.S. Lakshmi, born in 1944 in Tamil Nadu, is a prominent Indian English writer of fiction, researcher, historian, and archivist who writes under the pseudonym Ambai. And to talk about her literary output, her first novel is Andimalai, which came out in 1966, and the short story A Kitchen in the Corner of the House is included in her second collection, which was published in 1988. And she writes primarily in Tamil, but her stories have been translated into English, and some of the works are In a Forest, A Deer, Fish in Dwindling Lake, A Meeting on the Andheri Overbridge, The Purple Sea, and The Night with a Black Spider. And to talk about her writing style, her writings are full of gentle humor, wit, and satire. Her presentation of the Tamil household has a lyrical quality about it. And even when she savagely satirizes the social conventions that suffocate women, she never loses her touch of sympathy. She is a feminist writer who focuses on the silence of women, their sexuality, love, space, their relationships, and the struggle contained therein. She is a keen observer of societal norms, power dynamics of society, and the patriarchal underpinnings. She raises doubt about these norms, questions them, and challenges the yardsticks set for women. എ കിച്ചൺ ഇൻ ദി കോർണർ ഓഫ് ദി ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലും ഇതുപോലെ തന്നെ പേട്രിയാർക്കൽ ഡോമിനൻസിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെതിരെ അതുവഴി സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന കുറേ അടിച്ചമർത്തപ്പെടുന്ന കുറേ റൂൾസും റെസ്ട്രിക്ഷൻസും അതുതന്നെയാണ് അമ്പൈ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഫാമിലിയിൽ വരുന്നത് വി ഹാവ് the Papaji and his wife Dulari Bhai, who is known as Gigi, and Papaji's stepmother, who is known as Bari Gigi. And Papaji and Gigi have three sons, Gopal, whose wife is Radha, and then I couldn't find the name of the second son, but his wife is Kusuma, and the youngest is Kishan, who just recently married a South Indian called Meenakshi. And then their children, and this is the household. കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ കിഷൻ്റെ അച്ഛനായിട്ടുള്ള പാപ്പാജി കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നുണ്ട്, അവിടെ ഒരു വീട് വെക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും ഒരു മൂലയിലാണ് അവിടുത്തെ അടുക്കള വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ കൂടുതലും ആ ഒരു വീടിനകത്ത് തന്നെയാണ് കൂടുതൽ സമയം ചിലവാക്കുന്നത്. അതിനെക്കാട്ടിലും അടുക്കള ഭാഗത്ത് മാത്രമാണ് കൂടുതൽ സമയവും ചിലവാക്കുന്നത്. പിന്നെ അടുക്കളയെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഒരു കാര്യം, അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ ഫോൾട്ടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു നിലത്ത് നിറച്ചും വെള്ളമായിരിക്കും കൂടുതൽ സമയം. അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ചെയ്യുന്ന സ്ത്രീകളുടെ കാലിലെ തൊലി പൊട്ടാറുണ്ട്. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഡ്രെയിനേജ് ഫിക്സ് ചെയ്യുന്നതിന് പകരം ഇവിടെ സൊല്യൂഷനായിട്ട് കാണുന്നത് ഈ ഒരു തൊലി പൊട്ടൽ മാറാൻ വേണ്ടിയുള്ളൊരു ഓയിൻമെൻറ്റ് കൊടുക്കുന്നു. അതായത് പുതിയതായിട്ടൊരു മരുമകൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പരമ്പരാഗതമായിട്ടൊരു സ്വർണ്ണവള കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഓയിൻമെൻറ്റും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തായാലും ഈ ഒരു മരുമകളും ഇവിടുത്തെ സ്ത്രീകളെ പോലെ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡ്രെയിനേജിൻ്റെ പ്രശ്നം കാരണം കാലിൽ തൊലി പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനൊരിക്കലും ഡ്രെയിനേജ് ഫിക്സ് ചെയ്യുന്നത് ഒരു പരിഹാരമായിട്ട് ഇവർ കാണുന്നില്ല. പകരം ഓയിൻമെൻറ്റ് കൊടുക്കുക, അതാണ് അവിടുത്തെ സൊല്യൂഷൻ. സോ ദാറ്റ്സ് ദി ഐറണി ഓഫ് ദി സിറ്റുവേഷൻ. പിന്നീട് പറയുന്നത് അടുക്കള ഭാഗത്ത് ആ ഒരു പാചകം ചെയ്യുന്ന ഏരിയയുടെ മേളിലൊരു ജനലുണ്ട്. ആ ഒരു ജനാലയിലൂടെ
പുറത്ത് ഒരു പർവ്വതനിര കാണാം. അവിടെ ഒരു ഗണപതി ഭഗവാന്റെ ക്ഷേത്രവുമുണ്ട്. അത് വളരെ ഒരു രീതിയിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം അടുക്കള ഭാഗത്ത് അത്രയും ഒരു വേദനയോടെയും അല്ലെങ്കിൽ അത്ര ഒരു ധൃതിയോടെയും ജോലി ചെയ്യുമ്പോൾ ഈ ഒരു ജനലിൽ കൂടി പുറത്തേക്ക് കാണുന്ന കാഴ്ച ഒരു രീതിയിലൊരു ഒരു റിഫ്രഷിംഗ് ആണ്. പക്ഷേ അവിടെയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അവിടെ ഒരു അശ കെട്ടി അതിൽ തുണി വിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും പർവ്വതനിര കാണാൻ പറ്റാറില്ല. കൂടുതലും തുണി വിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാഴ്ച അവിടെ മൂടപ്പെട്ടു. പിന്നീട് പറയുന്നത് എങ്ങനെയാണ് ആ ഒരു കുടുംബത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഭക്ഷണപ്രിയരായിട്ടുള്ള ഒരു കുടുംബമാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ തന്നെ പാപ്പാജി ആദ്യം പറയുന്നത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഒന്നെങ്കിൽ ഒരു സ്നാക്സും അല്ലെങ്കിൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മീൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ പാപ്പാജി എപ്പോഴും നിർബന്ധം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആ ഒരു അടുക്കളയിൽ ഒരു ഭാഗത്ത് ഒരു വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ഒരു ഗസ്റ്റുകൾ എപ്പോൾ വരുമ്പോഴും ഒന്നല്ലെങ്കിലും ഒരു ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിലൊരു ചൂടുവെള്ളമെങ്കിലും കൊടുത്തിട്ടേ വിടത്തുള്ളൂ. അതൊരു രീതിയിൽ ഒരു ഹോസ്പിറ്റാലിറ്റി ആണെന്നും പറയാം. വേറൊരു രീതി നമുക്ക് പറയാം എത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഫുഡ് പ്രിപ്പറേഷന് കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതിയെങ്കിലും അവിടെ ഒരിക്കലും ആ ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻ്റ് അവർക്ക് കിട്ടാറില്ല. ദേ ആർ മോർ ലൈക്ക് ഷാഡോസ് ബ്ലെൻഡിങ് ഇൻ വിത്ത് ദ ഡാർക്ക്നെസ് ഓഫ് ദി കിച്ചൺ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു സ്ത്രീകൾ അതിനെക്കുറിച്ച് ചോദിക്കാറുമില്ല. ഇപ്പോൾ ഈ ഡ്രെയിനേജ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരിക്കലും സ്ത്രീകൾ പറയാറില്ല. കാരണം അവിടുത്തെ അവസാനത്തെ തീരുമാനം എടുക്കുന്നത് അവിടുത്തെ പുരുഷന്മാരാണ്. പുരുഷന്മാർക്കും ഈ ഒരു കാര്യത്തിൽ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളും അതിനെ ചോദ്യം ചെയ്യാറില്ല. പക്ഷെ അവിടെയാണ് നമ്മുടെ ഏറ്റവും ഇളയ മരുമകളായിട്ടുള്ള മീനാക്ഷി, ഹു ഈസ് എ സൗത്ത് ഇന്ത്യൻ, ഹു ഈസ് കൺസിഡേർഡ് ആൻ ഔട്ട്സൈഡർ. മീനാക്ഷി അവിടെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തൊരു ക്യാരക്ടറാണ് മീനാക്ഷി. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു സന്ദർഭത്തിൽ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ആ ഒരു വരാന്ത, അടുക്കള ഭാഗത്തെ ഒരു വരാന്ത കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ? കാരണം ആ ഒരു പുറത്തെ പർവ്വതങ്ങളുടെ കാഴ്ച ഞാൻ പറഞ്ഞു, അതൊന്ന് കാണാൻ വേണ്ടി. ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു റിക്വസ്റ്റാണ് മീനാക്ഷി പാപ്പാജിയോട് ചോദിക്കുന്നത്. പക്ഷെ അവിടെ ഒരു അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള റിയാക്ഷനാണ്. കാരണം പാപ്പാജി പോലെ അവിടുത്തെ പേട്രിയാർക്കാണ്, അവിടുത്തെ ഏറ്റവും മുതിർന്ന ആളാണ്, അവസാനത്തെ വാക്കാണ് പാപ്പാജിയുടേത്. അപ്പോൾ പാപ്പാജിയോട് മരുമകൾ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളൊരു രീതി അത് ഒരിക്കലും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് മീനാക്ഷിയുടെ ഈ ഒരു പെരുമാറ്റം എല്ലാവരും വളരെ ഷോക്കിംഗ് ആയിട്ട് എടുത്തത്. പക്ഷേ മീനാക്ഷിയുടെ സിമ്പിളായിട്ടൊരു റിക്വസ്റ്റാണ് വരാന്ത ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ എന്നുള്ളത്. അതിന് മറുപടിയായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ഞാൻ പറഞ്ഞു ആ ഒരു അശ കൊണ്ട് കുറച്ച് തുണികൾ ഇട്ട് മറച്ച് വെച്ചിരിക്കുകയായിരുന്നു ആ കാഴ്ച. കുറച്ചും കൂടി അശ കെട്ടി കുറെ കൂടി തുണികൾ ഇട്ട് ആ കാഴ്ച കുറച്ച് കാണാൻ പറ്റിയിരുന്ന ഒരു കാഴ്ച പോലും മൂടുന്നു. അതാണ് അവിടുത്തെ ഒരു റിയാക്ഷനായിട്ട്. അല്ലാതെ മീനാക്ഷിയുടെ ക്വസ്റ്റ്യൻ ആരും ഉത്തരവും കൊടുക്കുന്നില്ല. മാത്രമല്ല ആ ഒരു റിക്വസ്റ്റ് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്ന പോലുമില്ല. കൂടുതൽ തുണി ഇട്ട ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കാഴ്ച പോലും മറയ്ക്കുന്നു. അതായിരുന്നു അവരുടെ സിറ്റുവേഷൻ. പിന്നീട് നമുക്ക് ഭരിജീജിയെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പാപ്പാജിയുടെ സ്റ്റെപ്പ് മദറാണ്, അതായത് രണ്ടാം അമ്മയാണ് ഭരിജീജി. അവിടുത്തെ ഭരിജീജിയുടെ ഭർത്താവ്, അതായത് പാപ്പാജിയുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഭരിജീജി ആയിരുന്നു അടുക്കളയിലെ അവസാന വാക്ക്. ഇപ്പോൾ വീട്ടിലെ അവസാന വാക്ക് പുരുഷൻ്റെ ആണെങ്കിലും അടുക്കളയിലെ അവസാനത്തെ വാക്ക് അവിടുത്തെ മുതിർന്ന സ്ത്രീയുടെയാണ്. ഇപ്പോൾ ഭരിജീജി ആയിരുന്നു അവിടെ അടുക്കള ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും എന്താണ് ഉണ്ടാക്കേണ്ടത്, ആർക്കെന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്, പിന്നെ റേഷൻ്റെ ലിസ്റ്റും എല്ലാം ഭരിജീജിയുടെ കയ്യിലായിരുന്നു. അത് ആ ഒരു അവരുടെ ഒരു രീതിയിലുള്ളൊരു പവറും അതോറിറ്റിയും ആയിരുന്നു. പക്ഷേ അവരുടെ ഭർത്താവ് മരിച്ചു പോകുന്ന സിറ്റുവേഷനിൽ എപ്പോഴാണോ അവർ വിധവയായത് അവർക്ക് ഈ വക
അധികാരങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നു. പിന്നീട് പാപ്പാജിയാണ് അതിനുശേഷം മുതിർന്ന ആളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പാപ്പാജിയുടെ ഭാര്യ ആയിട്ടുള്ള ദുലാരിബായി ഇവിടെ ജീജി എന്നാണ് പറയുന്നത്. ജീജിക്കാണ് പിന്നീട് ഈ അധികാരങ്ങളെല്ലാം വന്നത്. അപ്പോൾ ജീജി ആയിരുന്നു പിന്നീട് അടുക്കള ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബരി ജീജിക്ക് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നു. മാത്രമല്ല ഒരു വിധവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസും ബരി ജീജിയുടെ പുറത്തുണ്ടായിരുന്നു. അതായത് ചില ആഹാരങ്ങൾ കഴിച്ചുകൂടാ, ചില ആഹാരങ്ങളെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം. അതായത് ഷീ ലോസ്റ്റ് ഹർ റൈറ്റ്സ് ടു കുങ്കും, ബേറ്റൽ ലീവ്സ്, മീറ്റ്, സ്പിരിറ്റ്സ് ആൻഡ് ഷീ ഓൾസോ ലോസ്റ്റ് ഇൻ ദ മാറ്റർ ഓഫ് എവറി ഡേ മീൽസ്. അങ്ങനെ പല അധികാരങ്ങളും എന്താണ് ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ബരിജീജിക്ക് അവിടെ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? വിധവയാണ് എന്നുള്ളൊരു ഒറ്റൊരു കാര്യം കൊണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ബരിജീജി എന്താണ് കണ്ടുപിടിച്ചത്? ഒരു 6 മാസം കൂടുമ്പോൾ ദേവി അംബ, അതായത് കാളി ദേവിയുടെ ഒരു ഇതാണ്, ദേവി അംബയുടെ ഒരു സ്പിരിറ്റ്, ഒരു ബാധ അദ്ദേഹത്തെ കയറി എന്നുള്ളൊരു രീതിയിൽ ബരിജീജി അഭിനയിക്കാറുണ്ട്. ഇതൊരു അഭിനയമാണോ എന്നുള്ളത് ബാക്കി വീട്ടുകാർക്ക് അറിയത്തില്ല, പക്ഷേ ഒരു രീതിയിലൊരു അഭിനയമാണ്. അങ്ങനെ ആ ഒരു അഭിനയിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ ആ ഒരു കേസർ കസ്തൂരി കൊണ്ടുവരണം, ബർഫി കൊണ്ടുവരണം, ആ ഒരു ഇറച്ചി കൊണ്ടുവരണം എന്ന് പറയുമ്പോഴേക്കും ഈ വീട്ടുകാരെല്ലാം വിചാരിക്കുന്നത് ദേവിയുടെ ഭാവം ആ ഒരു ദേഹത്ത് കയറിയതാണ്, ഇത് സംസാരിക്കുന്നത് ദേവിയുടെ ആണ് എന്നുള്ളൊരു രീതിയിൽ വീട്ടുകാരതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇത്രയും ആഹാര സാധനങ്ങളെല്ലാം മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. പിന്നീട് പരിചിജി എല്ലാവരെയും പുറത്ത് നിർത്തുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഏറെക്കുറെ അഭിനയമാണെന്നാണ് സത്യാവസ്ഥ. പക്ഷെ വീട്ടുകാരും വിശ്വസിക്കുന്നില്ല. കാരണം അവർക്കത് അത്രയും ഒരു വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ, ഇങ്ങനത്തെ ഒരു ദൈവീഭാവം ദേഹത്ത് കയറുന്നതിൻ്റെ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ അവരിത് അഭിനയമാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഹരിജീജിക്ക് ഇതുപോലെ 6 മാസം കൂടുമ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു അഭിനയത്തിലൂടെ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റുന്നു. അതിലൂടെ കാണിക്കുന്നതും അത് എത്രമാത്രം നോൺസെൻസിക്കലാണെന്ന് ആലോചിക്കണം. ഇത്രയും ഒരു ഇഷ്ടഭക്ഷണം കഴിക്കാൻ പോലും ഇത്രയും അഭിനയം കാണിക്കണം, ഇത്രയും ആൾക്കാരെ കബളിപ്പിക്കണം. അതാണ് അവിടുത്തെ ഐറണി. പിന്നീട് പറയുന്നത്, ഈ ഒരു ഫാമിലി ഒരു ദിവസം പിക്നിക്കിന് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. തലേദിവസം വൈകുന്നേരത്തെ ഒരു തീരുമാനമാണ്. അപ്പോൾ രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ പ്രിപ്പറേഷൻ, വീണ്ടും ഫുഡ് പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഒന്ന് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി, ഇപ്പോൾ പിക്നിക്കാണല്ലോ, അപ്പോൾ പിന്നെ കൊണ്ടുപോയി കഴിക്കേണ്ട ആഹാര സാധനങ്ങളുടെ ഒരു പ്രിപ്പറേഷനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. പൂരി, പൊട്ടാറ്റോ, ടൊമാറ്റോ ചട്നി, സാൻഡ്വിച്ച്, തിങ്സ് ടു മഞ്ച് ഓൺ, ബോട്ടിൽസ് ഓഫ് മിൽക്ക് ഫോർ ദി ബേബീസ്, ഹോട്ട് വാട്ടർ ഇൻ ഫ്ലാസ്ക്, പോർട്ടബിൾ സ്റ്റൗ, സകല ഭക്ഷണ സാധനങ്ങളും അവർ ഒരുക്കുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. സ്ത്രീകൾ രാവിലെ തന്നെ നേരം ഉദിക്കുന്നതിന് പുലർച്ചെ ആവുന്നതിന് മുമ്പേ തന്നെ ഭക്ഷണ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു, ആഹാരങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കേണ്ട സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർക്ക് കുട്ടികളെ നോക്കേണ്ടതുണ്ട്. കാരണം അവിടെ കൊച്ചുമക്കളുമുണ്ട്, കുഞ്ഞു വാവകളും ഉണ്ട്. അപ്പോൾ അവരെ എല്ലാം കൂടി നോക്കണം. ഇതെല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മീനാക്ഷി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഇപ്പോൾ അവിടുത്തെ പുരുഷന്മാർക്ക് നോക്കിക്കൂടെയെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടുത്തെ ഒരു സർക്കാസ്റ്റിക്കലായിട്ടാണ് പറയുന്നത്, പിന്നെ ഇപ്പോൾ നോക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഡയലോഗിന് പിന്നിലും വേറൊരു റിയാലിറ്റിയാണ്. അതായത് സകല വീട്ടുജോലികളും കുഞ്ഞിൻ്റെ ജോലികളും എല്ലാം സ്ത്രീകളുടെ കടമയാണ് എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു വീട്ടിലെ വിശ്വാസം. വീട്ടിലെ മാത്രമല്ല, സമൂഹത്തിലെയും വിശ്വാസം അതാണ്. സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നതാണ് വീട്ടുജോലി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജോലി. അത് സ്ത്രീകളുടെ മാത്രം കടമയാണെന്നുള്ളൊരു ഐഡിയോളജി. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും ഒരു ധൃതിക്കിടയിൽ പല രീതിയിലുള്ളൊരു ശബ്ദങ്ങളുണ്ടാവുമ്പോൾ
ഇവിടുത്തെ പാപ്പാജിയൊക്കെ എണീറ്റ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ, എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടാൽ ഉടനെ അങ്ങ് ബഹളം വെച്ചോണം എന്നുള്ള രീതിയിലെ ഡയലോഗും. അതും ഒരു റിയാലിറ്റിയാണ്. കാരണം എന്താണ്, ഒരു മൊത്തം കുടുംബവും ചെയ്യുന്ന ഒരു പ്ലാനാണ്. പക്ഷെ പുരുഷന്മാർക്ക് അവിടെ യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല. കുഞ്ഞുങ്ങളെ നോക്കണ്ട, ഭക്ഷണ സാധനങ്ങൾ ചെയ്യുന്നതിൽ സഹായിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ധൃതിക്കിടയിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ വളരെ ഡിസ്റ്റർബൻസ് ആയിട്ടും കാണുന്നു. പിന്നെ പറയുന്നുണ്ട്, ഒരു പ്ലാൻ ഇടുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നതും ഈ സ്ത്രീകളാണ്. കാരണം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂരിഭാഗം സമയവും അവർ വീടുകളിലാണ് കഴിയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പുറത്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അവിടെ പോലും പക്ഷെ അവർക്ക് ഒരു രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യമില്ല. കാരണം ഭക്ഷണം പ്രിപ്പയർ ചെയ്യണം, കുഞ്ഞുങ്ങളെ നോക്കണം, സ്വയം തയ്യാറാവണം, അതിൻ്റെ ഇടയിൽ ശബ്ദമുണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർ പിക്നിക്കിൽ പോകുന്നുണ്ട്. അവിടെയും നമ്മൾ ഫുഡ് പ്രിപ്പറേഷനാണ് കാണുന്നത്. വീട്ടിലും അവർ ഫുഡ് പ്രിപ്പറേഷൻ ആയിരുന്നു. പിക്നിക്കിന് വന്ന സമയത്തും അവർ ഭക്ഷണ സാധനങ്ങളും എല്ലാം കൊണ്ടാണ് വന്നത്. അപ്പോൾ അവിടെ ഇരുന്നും അവർ വീണ്ടും ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. സോ അതാണ് കാണിക്കുന്നത്, സ്ത്രീകളുടെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് സ്ത്രീകളുടെ കടമയാണെന്നുള്ളൊരു വേറൊരു ഐഡിയോളജി. എവിടെ പോയാലും, വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും പിക്നിക്കിന് പോകുവാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്ത്രീകളുടെ കടമയാണെന്നുള്ളൊരു പേട്രിയാർക്കൽ ഐഡിയോളജിയാണ് ഇവിടെ വീണ്ടും CS ലക്ഷ്മി കാണിക്കുന്നത്. പിന്നീട് കാണുന്നത് ജീജിക്ക്, അതായത് ദുലാരിബായിക്ക് ഒന്ന് വയ്യാതാവുന്നുണ്ട്. ഷീസ് ഡെലേറിയസ് ആൻഡ് ഷീസ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദി തിങ്സ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ മീനാക്ഷി കൂടെ നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം മീനാക്ഷി പറയുന്ന കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടുള്ളത്. കാരണം മീനാക്ഷി പറയുന്നുണ്ട്, ജീജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത്, ജീജി ഇപ്പോൾ കിടപ്പിലാവുകയാണെങ്കിൽ, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു അടുക്കളയിലുള്ള ഒരു അതോറിറ്റി നഷ്ടപ്പെടും, ആ ഒരു അധികാരം നഷ്ടപ്പെടും. ആകെ ആ ഒരു സ്ത്രീകൾക്ക് ഉള്ള ഒരു അധികാരം, പേരിന് പറയാൻ പറ്റുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് അടുക്കള ഭാഗത്തെ ഭരണമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് സ്വയം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന പോലെയാണ്. അതാണ് ജീജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടി. ജീവൻ ആപത്താണ്, അല്ലെങ്കിൽ ആരോഗ്യം ആപത്തിലാണ്, അതല്ല അവിടുത്തെ പ്രശ്നം. കിടപ്പിലാവുകയാണെങ്കിൽ അടുക്കളയിലെ ഭരണം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയാണ് ജീജിക്ക്. അപ്പോഴാണ് മീനാക്ഷി വന്ന് പറയുകയാണ്, ഈ ഒരു അതോറിറ്റി എന്നുള്ളത് ശരിക്കും പാപ്പാജിയുടെയാണ്. പാപ്പാജി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജീജിക്ക് ഈ ഒരു അധികാരമുള്ളത്. എന്നാണോ ജീജി വിധവയാകുന്നത്, ഈ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെടും. ആരാണ് നഷ്ടപ്പെടുത്തുന്നത്? സമൂഹമാണ്. പേട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ് ഈ റൈറ്റ്സ് എല്ലാം കൊടുക്കുന്നതും തിരിച്ചെടുക്കുന്നതും. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീജിയായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദുലാരിബായി ആയിട്ട് തന്നെ നിന്നൂടാ? സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതെന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ജീജിയെ സംബന്ധിച്ച് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജനിച്ച നാളൊട്ടേ ആ ഒരു പേട്രിയാർക്കൽ ഐഡിയോളജിയിൽ വളരുന്ന ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇവിടുത്തെ ജീജിയുടെ ക്യാരക്ടർ. So that's the end of the story. To look at the analysis, we'll take a brief look at the analysis. So first is the spatiality of the kitchen. ഇവിടുത്തെ അടുക്കള ഭാഗമാണ് ഏറ്റവും വലിയൊരു സെറ്റിംഗ് ആയിട്ട് വരുന്നത്. പക്ഷെ അതേസമയം ആ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള, ആരും തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സ്ഥലമായിട്ടാണ് അടുക്കള കാണിച്ചിരിക്കുന്നത്. ഇരുട്ടിൽ നിറഞ്ഞ് ഡ്രെയിനേജ് ഒന്നും വർക്ക് ചെയ്യാത്ത ഒട്ടും ഹെൽത്തി അല്ലെങ്കിൽ ഒട്ടും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല അവിടുത്തെ അടുക്കള. പക്ഷേ ഐറണി എന്താണ്, അടുക്കളയിലാണ് എല്ലാ ആക്ഷൻ നടക്കുന്നത്. അടുക്കളയാണ് ഇവിടുത്തെ സ്റ്റോറിയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്. അതുപോലെ തന്നെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയും കാര്യം. അവർക്കും
അത്രയും ഒരു ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവരെയും അത്രത്തോളം ഒരു രീതിയിലാണ് കാണുന്നത്, ഒരു മിസ്ട്രീറ്റ്മെൻ്റ് ആണ് അവർ നടക്കുന്നത്. ദേ ഡോണ്ട് ഗെറ്റ് ദ റെസ്പെക്ട് ദേ ഡിസേർവ്, ദേ ഡോണ്ട് ഗെറ്റ് ദി അക്നോളജ്മെൻറ്റ് ദാറ്റ് ദേ ഡിസേർവ്, not even a thank you for the food that they're preparing day in and day out, not even a single help from their husbands or fathers. അതിൻ്റെ ഐറണിയാണ് ഡ്രെയിനേജ് ഫിക്സ് ചെയ്യുന്നതിന് പകരം പുതിയ മരുമകൾക്ക് ഓയിൻമെൻറ്റ് കൊടുത്തുകൊണ്ടാണ് അടുക്കളയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാണിക്കുന്നതും ഇതന്നെയാണ്, എങ്ങനെയാണ് സ്ത്രീകൾ തന്നെ പേട്രിയാർക്കിയുടെ ഏജൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് പകരം മീനാക്ഷി ഇപ്പോൾ ചോദ്യം ചെയ്തതുപോലെ, പാപ്പാജിയോട് ചോദ്യം ചെയ്തതുപോലെ ബാക്കിയുള്ള ആരും അവിടെ ചോദ്യം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഒരു പക്ഷെ പേടി കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷൻ കൊണ്ടാകാം, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ഹെസിറ്റേഷൻ കൊണ്ടാകാം, വി ഡോണ്ട് നോ. പക്ഷെ ആ ഒരു രീതിയിലും കാണുന്നത് എങ്ങനെയാണ് സ്ത്രീകൾ പേട്രിയാർക്കിയുടെ മീഡിയമായിട്ട് മാറുന്നത് എന്നാണ്. പിന്നെ അവിടെ കാണിക്കുന്ന ഒരു ഇരുട്ട്, ദ ഡാർക്ക്നെസ് ദാറ്റ് വി സീ ഇൻ ദി കിച്ചൺ ഈസ് ഓൾസോ ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ. ദർ ഈസ് ലിറ്ററൽ ഡാർക്ക്നെസ്, ദി കിച്ചൺ ഈസ് നോട്ട് അറ്റ് ഓൾ എക്വിപ്ഡ്, there is not enough light or space or anything like that, and it is a metaphorical darkness because the women who are working in the kitchen are also like shadows. They are neglected, they are mistreated, and so on, and through that they lose their identity and their freedom. They are being reduced to someone who is just there to do the chores and to make sure the family is running smoothly. രണ്ടാമതായിട്ട് വരുന്നത് കിച്ചൻ്റെ ഒരു സിംബോളിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കിച്ചൺ ഒരു അധികാരത്തിൻ്റെ ഒരു സ്പേസാണ്. ഇറ്റ് ഇസ് എ സ്പേസ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി ഫോർ സം വിമൺ ആൻഡ് എ സ്പേസ് ഫോർ സബോർഡിനേഷൻ ഫോർ അതർ. ഇപ്പോൾ ഭരി ജിജിയുടെയും ജിജിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അടുക്കള എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഒരു ഉറവിടമാണ്. അവരുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്കൊരു അധികാരമുണ്ട്, ഒരു ഭരണമുണ്ട്. അവർക്ക് എന്താണ് ദിവസം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള സർവ്വ തീരുമാനങ്ങളും അവർക്കെടുക്കാം. ആ ഒരു ഭരണത്തിൽ അവർക്ക് ഒരുപാട് ഒരു രീതിയിൽ അവർക്കൊരു ഈഗോ സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം ബാക്കി മരുമക്കളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രാധ, കുസുമ, മീനാക്ഷി ഇവരെല്ലാം സംബന്ധിച്ച് അതൊരു സബോർഡിനേഷനാണ്. കാരണം അവർക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല പറയാൻ ഒരു ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നല്ലെങ്കിൽ ആർക്കൊക്കെ എന്താണ്. ഇപ്പോൾ മീനാക്ഷിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമായിട്ട് എന്തെങ്കിലും കഴിച്ചുകൂടാന്നുണ്ടെങ്കിൽ തന്നെ അത് പറയാനോ അത് അംഗീകരിക്കാനോ ഉള്ളൊരു സ്പേസ് മീനാക്ഷിക്കില്ല. മീനാക്ഷിക്കെന്ന് മാത്രമല്ല ബാക്കി മരുമക്കൾക്കില്ല. കാരണം എന്താണ്? അവിടുത്തെ അവസാന വാക്ക് ബരി ജിജി അല്ലെങ്കിൽ ജിജിക്കാണ്. അവർ പറയുന്നതേ നടക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് പവർ സ്ട്രഗിൾ. ആൻഡ് ദെൻ വി ടോക്ക്ഡ് അബൌട്ട് ഹൗ സൂപ്പർസ്റ്റിഷൻസ് ഓൾസോ വർക്ക് ഇൻ ടു ദി കിച്ചൺ. കാരണം ഈ ഒരു പവർ സ്ട്രഗിളിൻ്റെ ഇടയ്ക്ക് തന്നെ ഭരി ജിജിക്ക് ഈ ഒരു അധികാരം നഷ്ടപ്പെട്ടതാണ് വിധവയായപ്പോൾ. പക്ഷെ അത് തിരിച്ചു പിടിക്കണമെന്നുണ്ട്. ആ ഒരു പവർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസം വെച്ചിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ആ ഒരു ദേവീഭാവം ദേഹത്തുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കേണ്ടി, അതും ഒരു ഡെസ്പറേഷനാണ്. കാരണം ഇഷ്ടമുള്ളൊരു ആഹാരം ചോദിച്ച് വാങ്ങിച്ചല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും അവർക്കവിടെ ഇല്ല. ഇങ്ങനെയുള്ളൊരു വിശ്വാസത്തിൻ്റെ കൂട്ട് പിടിച്ച് വേണം ഇഷ്ടമുള്ളൊരു ആഹാരം കഴിക്കാൻ. അതാണ് അവിടുത്തെ റിയാലിറ്റി. പിന്നീട് വരുന്നത് എങ്ങനെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ജോലി നോക്കുന്നവരുണ്ട്. ഇപ്പോൾ രാധ അതുപോലെ തന്നെ കുസുമ ഇവരെല്ലാം, മീനാക്ഷിയും വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ഒരുപാട് വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ്. അപ്പോൾ പുറത്ത് ജോലി നോക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും വീട്ടിലത്തെ ജോലിയും കൂടി നോക്കിയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. ദേ എക്സ്പെക്റ്റഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ഹൗസ് ഹോൾഡ് ചോർസ്. കാരണം എനിക്ക് തോന്നുന്നു രാധയാണെന്ന് തോന്നുന്നു, ഗോപാലിനെ പോലെ തന്നെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ഒരു വർക്കുണ്ട്. പക്ഷേ
ഗോപാൽ വീട്ടിലെത്തുന്നതിന് മുമ്പേ തന്നെ രാധ വീട്ടിലെത്തണം, അതുപോലെ ഗോപാലിനെ സെർവ് ചെയ്യണം, ബാക്കിയുള്ള കുടുംബത്തെയും അടുക്കളയിൽ ജോലി നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. ഇതെല്ലാം രാധ ചെയ്യണമെന്ന് സൊസൈറ്റി തന്നെ വീട്ടുകാരും സൊസൈറ്റിയും രാധയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രഷറാണ്, ഒരു എക്സ്പെക്റ്റേഷനാണ്. അത് രാധ പൂർത്തിയാക്കിയേ പറ്റുകയുമുള്ളൂ. ഒരു ഓപ്ഷൻ ഇല്ല അവിടെ, ഒരു ചോയ്സ് ഇല്ല. That is the restriction that is placed upon women by patriarchy. That is, they should manage household chores and the family, and if the work, if they have any, and they are expected to be perfect in everything. And also we see how men do not help as a sign of pride. കാരണം മീനാക്ഷി പറയുന്നുണ്ട്, ഇപ്പോൾ ഗോപാലിന് കുഞ്ഞുങ്ങളെ നോക്കിക്കൂടെ എന്നുള്ളൊരു, സഹായിച്ചുകൂടെ എന്ന് പറയുമ്പോൾ രാധ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്, ഇപ്പോൾ ചെയ്യും എന്നുള്ള രീതിയിൽ. അതിലും പറയുന്നത് എങ്ങനെയാണ്, ഒരു പേട്രിയാർക്കിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സഹായിക്കുന്നത് ഒരു വളരെ വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്, വളരെ ഒരു വൾണറബിൾ ആയിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്ക് ഇതെല്ലാം തന്നെ ചെയ്യാൻ പറ്റും, അവരത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ശരിക്കും അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്ന സ്ത്രീകളെ പുകഴ്ത്തുകയും ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അത്രയും അടുത്ത് വരാത്ത സ്ത്രീകളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പേട്രിയാർക്കൽ സൊസൈറ്റി കൂടുതലും വർക്ക് ചെയ്യുന്നത്. And then the third thing is about the politics of food. And here it is a matter of pride and prestige when Papaji insists on feeding his guests well. But this warmth and generosity shown is a matter of rank and position. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോഴും പാപ്പാജി പറയുന്നുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മീലെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ വിചാരിക്കും അത്രയ്ക്ക് ഹോസ്പിറ്റബിൾ ആയിട്ട് ഒരാളാണ്, അത്രയും സ്നേഹമാണ്, ഒരു വളരെ കൈൻഡാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ പിന്നിലും ഒരു എന്താണ്, ഡബിൾ തോട്ടുണ്ട്. എന്താണ്, ഒരു രീതിയിൽ ഒരു റാങ്ക്, ഒരു പൊസിഷൻ അതിലൂടെ പറയുമ്പോഴേക്കും ആൾക്കാരെല്ലാം പറയുന്നത് ആ ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് ഇത്രയും ആഹാരം കിട്ടി, ആ ആൾ നല്ലതാണെന്നേ പറയത്തുള്ളൂ. ക്രെഡിറ്റ് ആർക്കാണ് പോകുന്നത്? പാപ്പാജിക്കാണ്. പക്ഷെ ശരിക്കും ക്രെഡിറ്റ് ആർക്കാണ് പോകേണ്ടത്? പാപ്പാജി കിട്ടിക്കോട്ടെ, പക്ഷെ പാപ്പാജിയുടെ കൂടെ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിലും എല്ലാം പ്രവർത്തിച്ച ആ ഒരു സ്ത്രീകൾക്കും കിട്ടേണ്ട ഒരു ക്രെഡിറ്റാണ് പാപ്പാജിക്ക് മാത്രം പോകുന്നത്. So the women's effort are not recognized. And this is what the patriarchy is teaching the next generation. കാരണം ഇവിടെ ഒരു കൊച്ചുമകളുണ്ട്, പ്രിയ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗോപാലിൻ്റെയും രാധയുടെയും മകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രിയയോട് ചോദിക്കുന്നുണ്ട് വലുതാവുമ്പോൾ ആരാവണം എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, എനിക്ക് വലുതായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കുടുംബത്തിന് കൊടുക്കണം. ആ ഒരു കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ആ ഒരു കുഞ്ഞ് വളർന്നു വരുന്നതും ഈ ഒരു രീതിയിൽ കണ്ടുകൊണ്ടാണ്. കാരണം സ്ത്രീകൾ വളരുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യണം, അച്ഛനും അപ്പൂപ്പനും എല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പെൺകുട്ടി കണ്ട് വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പെൺകുട്ടി അതായിരിക്കും വിശ്വസിക്കുന്നത്. അതായത് ഞാൻ വളർന്നു വരുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു രീതിയിലാണ് ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുപോലെ ഒരു ആൺകുട്ടിയാണെങ്കിലും കണ്ട് വളരുന്നത് അതാണ്. അതായത് ഞാൻ വളരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ അത് വളരെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള രീതിയിൽ. ദിസ് ഈസ് ഹൗ പേട്രിയാർക്കി works. This is the ideology that is imposed upon the children who are growing up. And here food is also used to suppress women, like the restrictions that is placed on women. അതായത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഇതൊരു രീതിയിൽ ഒരു പേട്രിയാർക്കിയുടെ ഒരു വെപ്പണാണ്, ഒരു ആയുധമാണ്. എങ്ങനെയാണ് ഭക്ഷണം ഉപയോഗിച്ച് തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് വരെ നടത്താൻ പറ്റും. അതാണ് നമ്മൾ ഭരിജിജിയുടെ കേസിൽ കാണുന്നത്. ഒരു വിധവയാകുമ്പോഴേക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ആരോഗ്യ പ്രശ്നം കൊണ്ടും അല്ല, വിധവയാണെന്നുള്ളൊരു കാരണം കൊണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് വി ഹാവ് ദി സെക്ഷൻ ഓൺ വേർ ആർ ദ മെൻ. കാരണം മെയിൽ ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പേര് കേട്ട് മാത്രമേ
ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ആ ഒരു ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നുള്ളൂ. കൂടുതലും ഇവിടുത്തെ സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു കൺട്രോൾ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? പല കേസിൽ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പിക്നിക്കിൻ്റെ കാര്യം പറയുന്നത്, തീരുമാനമെടുക്കുന്നത് പുരുഷന്മാരാണ്. അവിടെ സ്ത്രീകൾ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ ഒരു ഡിസ്റ്റർബൻസ് വരുന്നു എന്ന് പറയുന്നതും പുരുഷന്മാരുടെ സൈഡിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗസ്റ്റ് വരുമ്പോൾ സ്വീകരിക്കുന്നത് പാപ്പാജിയാണ്. അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ദർ ഇസ് എൻ ഇൻഡയറക്റ്റ് കൺട്രോൾ ദാറ്റ് ദി മെയിൽ ഹാസ് ഇൻ ദി ഹൗസ്, ആൻഡ് എവറി ഡിസിഷൻ ടേക്കൺ ഇസ് the final word goes to the male, and that is how patriarchy works in a society that is dominated by the men. ഇവിടുത്തെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ദ സ്റ്റോറി ഡസ് നോട്ട് ഫോളോ ദി റെഗുലർ ക്ലാസിക്കൽ നറേറ്റീവ് സ്ട്രക്ചർ ഓഫ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻ എൻഡ്. It is a loose arrangement of some episode in the life of an average household that is as commonplace as any other. And it has been divided into 4 parts that focus on different aspects of the relationship, power struggle, aspirations and confinement of the people living there. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നുണ്ട് കിച്ചൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അതിൻ്റെ കാര്യങ്ങളെല്ലാം. അടുത്ത പാർട്ടിൽ ആ ഒരു പവർ സ്ട്രഗിൾ, അവിടുത്തെ ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ജെൻഡർ റോൾസ് കാണുന്നുണ്ട്. നാലാമത്തെ ഭാഗത്താണ് ആ ഒരു മീനാക്ഷിയിലൂടെ ഓഥർ പറയാണ് എന്താണ് ഒരു സ്ത്രീകൾക്ക് ശരിക്കും വേണ്ടത്. അതായത് സ്വന്തം ഒരു ഐഡൻറ്റിറ്റി വേണം, അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം ഒരിക്കലും പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് മീനാക്ഷിയുടെ ക്യാരക്ടറിലൂടെ ഓഥർ തരാൻ ഉദ്ദേശിക്കുന്നത്. The effect created by this episodic casual structure of the story is one of informality and ease. But more importantly, it highlights the sophisticated, understated methods of patriarchal setup that have been successful in normalizing this embodied, identity-less existence of women. A casual reading of the story creates the impression of this being a story about some women leading an ordinary, uneventful life in a wealthy household. The fractured narrative structure is a reflection of the fractured, incomplete, even non-existent identities of the women characters. So that is an analysis of the short story. I hope this was useful. Please like the video and share your thoughts in the comment section, and subscribe my channel if you haven't already. I'll see you in the next video. Till then, take care.